എന്താണ് അനഘ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് അനഘ എത്തിച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം? ഞാൻ 2024 മാർച്ച് 27 യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകയായിട്ട് ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഈ ദിവസം വരെ എനിക്ക് തൂപ്പുപണി അല്ലാതെ വേറൊരു കാര്യം ഈ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയുടെ ലാബ്, MSc ക്ലാസ് റൂംസ്, MA ക്ലാസ് റൂംസ് അടക്കം എല്ലായിടത്തും പൊടി തുടപ്പിച്ചിട്ടുണ്ട്. പുതിയതായി വാങ്ങിയ ലാബിലേക്കുള്ള പെട്ടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. ഈ പെട്ടികൾ പൊട്ടിച്ച് പുതിയ മെഷീൻസും ഗ്ലാസ് ലെയേഴ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് കഴുകി വയ്ക്കുക, അതിൻ്റെ കണക്കെടുക്കുക, ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഞാനാണ് ചെയ്യുന്നത്. 2015 മുതൽ ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാ വിദ്യാർത്ഥികളുടെയും ലാബ് റെക്കോർഡുകൾ, ഡെസർട്ടേഷൻസ് മുതലായ എല്ലാ സാധനങ്ങളും പൊടി പിടിച്ച് കിടന്നതെല്ലാം ഞാനാണ് തുടച്ചത്. അതുപോലെ നാക്കിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചു. അപ്പോൾ ഗവേഷണേതര ജോലികൾ ഒരുപാട് ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അസുഖം വന്നിട്ടുണ്ട്. അങ്ങനെ ആയപ്പോൾ രാവിലെ 9 തൊട്ട് 5 മണി ഇവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ ഉച്ചയ്ക്ക് 15 മിനിറ്റ് ചോറുണ്ണാനല്ലാതെ വേറെ ഒരു നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം തരില്ല. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി തന്നില്ല. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കസേര തരില്ല, വരാന്തയിൽ നിൽക്കണം. മഴ പെയ്യുവാണെങ്കിൽ പോലും മഴ നനഞ്ഞ് വരാന്തയിൽ ഇരിപ്പിടം നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ലൈബ്രറി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. സിനോപ്സിസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുത്താതെ തരും. അവസാനം സിനോപ്സിസ് കൊടുത്തില്ലെന്ന് നുണ പറഞ്ഞ് ഡോക്ടർ കമ്മിറ്റി നടത്താതിരിക്കുക. 6 മാസത്തിൽ കഴിഞ്ഞു പോകേണ്ട ആദ്യത്തെ ഡോക്ടർ കമ്മിറ്റി 2.5 വർഷമായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. എക്സ്റ്റേണൽ ഫെലോഷിപ്പ് ഉണ്ട്, ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെയാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തേ പറ്റും. ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം. പലതവണ അപേക്ഷ വെച്ചിട്ട് ഇതുവരെ ആനുവൽ റിപ്പോർട്ട് തന്നിട്ടില്ല. ജാതി ചോദിക്കുക, നിരന്തരമായി ജാതി ചോദിക്കുക. ജാതി ചോദിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യിക്കുക. നിന്നെപ്പോലെയുള്ളവരൊക്കെ വല്ല ഇഗ്നോയിലും പഠിച്ചാൽ മതി എന്ന് പറയുക. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പറയുക. ജാതി കാരണം കിട്ടിയ ഫെലോഷിപ്പാണ്, അത് ഓഡിറ്റിൻ്റെ സമയത്ത് നിർത്തലാക്കിക്കാൻ കഴിയുമെന്ന് ഭീഷണിപ്പെടുത്തുക. എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരുമെന്ന് പറയുക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ പോലും എൻ്റെ അറ്റൻഡൻസ് വെട്ടിക്കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ കുറേ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കും VC-ക്കും പിന്നെ സബ് ഡയറക്ടർക്ക്, മന്ത്രിമാർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് അന്നൊരു നടപടി ഉണ്ടായില്ല. പിന്നെ മന്ത്രിസഭ മാറിയപ്പോഴാണ് മന്ത്രിയുടെ പക്ഷത്തു നിന്ന് വീണ്ടും ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇടപെടാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ വേറെ പ്രത്യേകിച്ച് നടപടികളൊന്നും യൂണിവേഴ്സിറ്റിക്ക് അകത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് പിന്നീട് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊഴി മാറ്റാനൊരു ശ്രമം ഉണ്ടായതിനെ തുടർന്ന് അത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയും ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തത്. ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ആളുകൾ കാണാൻ തുടങ്ങുകയും അത് ചാനലിൽ വരികയും ചെയ്തപ്പോൾ ഡോക്ടർ ഭരതൻ, ഇവിടുത്തെ രജിസ്ട്രാർ, പൊതുമധ്യത്തിൽ വന്നിട്ട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടില്ലെന്ന്. ഈ ഡോക്ടർ ഭരതൻ തന്നെ CM-ന് ഞാൻ സിനോപ്സിസ് കൊടുത്തിട്ടുണ്ടെന്ന് എഴുതി അയച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് 3 തവണ ഗൈഡിനെ മാറ്റി നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡോക്ടർ കമ്മിറ്റി കഴിയാതെ എനിക്ക് എങ്ങനെയാണ് 3 തവണ ഗൈഡിനെ മാറ്റി നൽകുക? അത് പോസിബിൾ അല്ല. പിന്നെ മറ്റൊരു കാര്യം, SC/ST സെല്ലിൻ്റെ റിപ്പോർട്ട് എന്നെ അമ്മയും കാണിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാണിച്ചതിനുള്ള മെമ്മോ ഇവർ കാണിക്കണം. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ SC/ST സെല്ലിന്റെ റിപ്പോർട്ട് തന്നു എന്ന് പറഞ്ഞ അതേ സെയിം റിപ്പോർട്ടിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു സാക്ഷിയെ സമീപിക്കുകയും 2025 പഴയ ഡേറ്റ് ഇട്ട് അതിൽ ഒപ്പ് രേഖപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അയാൾ കണ്ടുപിടിക്കുകയും ഈ സാക്ഷി ഇങ്ങനെ പഴയ ഡേറ്റ് ആയതുകൊണ്ടും മൊഴി ഓടിച്ചത് കൊണ്ടും ഞാനിത് കോടതി പറഞ്ഞോളാം, നിങ്ങൾക്ക് ഒപ്പിട്ട് തരുന്നില്ലെന്ന് പറഞ്ഞു. അതുപോലെ വാട്സപ്പ് വഴി ഒപ്പിട്ട് കൊടുത്താൽ മതി, എന്നിട്ട് സ്കാൻ ചെയ്ത് കയറ്റിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മൊഴി മാറ്റിയിട്ട് അവർക്ക് തോന്നിയ മൊഴിയിൽ വെക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉപ്പ് തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്ന ഡെലിഗേറ്റ്സിനെ അപമാനിച്ചിറക്കി വിടുകയാണ് അവിടുന്ന് ചെയ്തത്. ഇവിടെ സമരത്തിനിരിക്കുന്ന സ്ത്രീകൾക്ക് ടോയ്ലറ്റ് പോലെ നിഷേധിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. ഇന്നലെ ഇവിടെ ഇരുന്ന സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും മകളുമാണെങ്കിൽ അങ്ങനെ കാണുന്ന സർക്കാർ ഓഫീസിൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോവില്ലെന്നാണ് ഡോക്ടർ ഭരതൻ പറഞ്ഞത്. അപ്പോൾ അത്രയും സ്ത്രീവിരുദ്ധമായ നിലപാടുള്ള ഒരു മനുഷ്യനാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്തു നിന്ന് യാതൊരു നടപടിയും അല്ലെങ്കിൽ അനുകൂലമായ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സമരം കൊണ്ടല്ലാതെ ഒരു സിസ്റ്റം തന്നെ മാറില്ല. എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇനി ഒരുപാട് ഇതുപോലെ അനഘയുടെ അതേ അനുഭവങ്ങളുമായിട്ട് കുറെ പേരുണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കും ഈ ദുരനുഭവങ്ങളിൽ നിന്ന് അവരും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം. അപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൽ 2 പേരെ തുറന്നു പറയാൻ
തയ്യാറായിട്ടുള്ളൂ. പേര് പറയാതെ തുറന്നു പറയാൻ തയ്യാറല്ലാത്ത കുറെ കുട്ടികളുടെ വോയിസ് എന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ വോയിസ് മാറ്റിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരുപാട് കുട്ടികൾ പേടിച്ചിട്ട് തുറന്നു പറയാത്തവരുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കും. അതുകൊണ്ട് മാത്രം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, മിടുക്കനായിട്ടുള്ളൊരു വിദ്യാർത്ഥി ശരിക്കും പറഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടിട്ട്, അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. കൊല ചെയ്യപ്പെട്ടിട്ട് ഇത്രയും കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇത്ര വലിയൊരു ഹർത്താൽ കാലത്തിൽ നടന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ സർവകലാശാലയിലുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക? എങ്ങനെയാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കണേ? അത് സിസ്റ്റം മൊത്തത്തിൽ അങ്ങനെ ആയി മാറിയിരിക്കുന്നു. നിയമങ്ങൾ കൃത്യമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് തന്നെ ആളുണ്ട്. ഇന്നും ഒരു അധ്യാപകന് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റേ അധ്യാപകർ കൂടെ നിന്നില്ലെങ്കിൽ മറ്റേ അധ്യാപകന് വരുമ്പോൾ ഇവരും കൂടെ നിൽക്കേണ്ടതാണല്ലോ. ആ രീതിയിൽ ഇവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പലരും അനധികൃത നിയമനമാണ്. ഇതൊരു RTI വെച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ മലയാളം വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകന് എഡ്യൂക്കേഷനിലാണ് PhD ഉണ്ടായിരുന്നത് നിയമന സമയത്ത്. പിന്നീട് ഇദ്ദേഹത്തിന് നിയമനം കിട്ടിയതിനു ശേഷം മലയാളത്തിൽ PhD എടുത്തിട്ടുണ്ട്. വേറൊരു അധ്യാപകൻ നെറ്റോ PhD ഇല്ലാതെ തന്നെ സ്ഥിര നിയമനം കിട്ടി. ഈ 2-3 വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത്. ഇങ്ങനെ പലരും അനധികൃതമായി കയറുന്നുണ്ട്. ഇന്ദു മേനോൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഇവിടെ ഫിലിം സ്റ്റഡീസിൽ കയറിയ ഒരു അധ്യാപികക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവർക്ക് യോഗ്യതയില്ല, ആ എഴുത്തുകാരിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ അധ്യാപകരെ കുറിച്ച് ആരോപണം വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രോഹിത് വെമുല ആക്ട് കർണാടകയിൽ അത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും അതിനുള്ളൊരു തയ്യാറെടുപ്പൊന്നും ഇപ്പോഴും ആയിട്ടില്ല. സർക്കാർ ഇപ്പോൾ പുതിയ സർക്കാരിൽ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ രോഹിത് വെമുല ആക്ട് പോലത്തെ ഒരു കാര്യം വരികയാണെങ്കിൽ ഒരു പക്ഷേ അനഘയെ പോലുള്ള കുട്ടികൾക്ക് അവിടെ പോകാനും അവിടെ പരിഹാരം കാണാനും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സെല്ല് നന്നായിട്ട് പ്രവർത്തിച്ച് പോകണം. ഉണ്ടായതുകൊണ്ട്, കടലാസിലുണ്ടായതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആക്ട് നടപ്പിലാക്കുക, ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ള അധ്യാപകരെ പുറത്താക്കുക, പിന്നെ ഈ അട്ടിമറിക്കാൻ ശ്രമിച്ച റിപ്പോർട്ട് അട്ടിമറിക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടികൾ. ഇനി വരുന്ന ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടാവരുത്. സിസ്റ്റം മൊത്തത്തിൽ ചേഞ്ച് ആവണം. അനഘയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഒരു സർവകലാശാലയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് പോവട്ടെ. ഈ സർവകലാശാല ശരിക്കും ഇപ്പോൾ ഏത് യൂണിയനാണ്, എങ്ങനെയാണ്? വിദ്യാർത്ഥി യൂണിയൻ ആരുടെയാണ്? SFIയുടെ യൂണിയനാണ്. പക്ഷം പിടിക്കുന്ന രീതിയിലാണ്. ഇടതുപക്ഷ അനുഭാവം ഉള്ള, അതായത് ആശയങ്ങൾ കൊണ്ടല്ല ഞാൻ പറയുന്ന, ആ രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള കുറച്ച് വിദ്യാർത്ഥി SFI ആണ് ഇവിടെയുള്ളത്. പിന്നെ അധ്യാപകരും അങ്ങോട്ട് തന്നെയാണ്. പലരും കളിയാക്കി പറയുന്നത് CPMന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലടക്കം കുട്ടികളൊന്ന് പറയുന്നുണ്ട്, എൻട്രൻസ് എഴുതി അവർക്ക് കിട്ടിയ സീറ്റ് ഫില്ലായെന്ന് പറഞ്ഞ് ഇവരെ എടുക്കാതിരിക്കുന്നെന്ന്. എന്നിട്ട് കുട്ടികൾ വന്നില്ലെന്ന് പറഞ്ഞ് ഇവർ സ്പോട്ടിൽ അഡ്മിഷൻ വെക്കും. ആ സമയത്ത് SFIയുടെ ആളുകളെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ ഒരു പരിപാടി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യൂണിയനും എല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുക, ഈ പരാതി ഉന്നയിച്ച ആളെ ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. എൻ്റെ കേസിൽ എന്നെ റാഗ് ചെയ്ത വിദ്യാർത്ഥി അടക്കം SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ AKRSയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളായിരുന്നു. ഇവർക്കെതിരെ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്കും എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ വീട്ടിലേക്ക് അടക്കം വിളിച്ച് വധഭീഷണി വരെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ അതായത് വീട്ടിലേക്ക് വിളിച്ച് ഞാനൊരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. എന്നെ ഇതിൽ നിന്ന് പിന്മാറ്റണം. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ നാട്ടുകാർ വിളിച്ച് പറഞ്ഞു അവളെ SFIയുടെ മുതിർന്ന നേതാവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, അവളെ പിന്മാറ്റണം അങ്ങനെ പറഞ്ഞു. എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അവൻ്റെ അച്ഛനെ അമ്മയെ ഭീഷണിപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് അർഷദ് എന്നാണ്. സമരത്തിൻ്റെ കൺവീനറും കൂടിയാണ്. ഇദ്ദേഹം ഈ സമരം തുടങ്ങുന്നത് തന്നെ ഇനി എനിക്കിതിൽ പ്രതീക്ഷയില്ല, എന്നെ ഇവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഇനി ഒരാൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു പ്രോബ്ലം നിന്നാണ്. അതായത് എന്നെ പുറത്താക്കും എന്നുള്ളൊരു ഉറപ്പായ ചിന്താഗതിയിൽ നിന്നാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ഈ സമരത്തിന് വേണ്ടി ആരംഭിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രമാത്രം 2 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ റിസർച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച പണികൾ, അതുപോലെ വളരെ സംഘടിതമായൊരു ക്യാമ്പയിൻ ഇദ്ദേഹത്തിനെതിരെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലായി നടക്കുന്നുണ്ട്. പലരെയും ഈ രീതിയിൽ ഇല്ലീഗലായി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം എടുത്തത് ഉൾപ്പെടെ, ആ സ്ഥലം വാങ്ങി മറിച്ച് വിറ്റ് യൂണിവേഴ്സിറ്റിക്ക് മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള നിരവധി അഴിമതികൾ യോഗ്യതയില്ലാത്ത അധ്യാപകർ 4 റാങ്കുകാരനെ 1 റാങ്കുകാരനാക്കുന്നു, 2 റാങ്കുകാരനെ 1 റാങ്കുകാരനാക്കി എടുക്കുന്നു, SC/ST തോന്നിയ പോലെ ഇട്ടുകൊണ്ട് ജനറൽ കാറ്റഗറിയിൽ ആളെടുക്കുന്നു. ഇങ്ങനെ ഭീകരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു യൂണിറ്റിയാണ് ഈ അധ്യാപകരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തമ്മിൽ കൂറുണ്ട്. കാരണം ഇവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി മുന്നോട്ട് വരുമ്പോൾ
അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം ഒരു ദളിത് കൂടിയാകുമ്പോൾ ഒരു ദളിതിന് കൂടിയാകുമ്പോൾ എങ്ങനെയാണ് അവരെ സമൂഹം മോറലി പോലീസ് ചെയ്യാന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് ഒരു ഭീകരമായ ക്യാമ്പയിൻ, ഈ ഇതും കൊണ്ട് ഒരു കാര്യമില്ല, വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അത് ഒരു പെണ്ണ് സംസാരിക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് മാത്രം സംഭവിക്കുന്നതാണ്. അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഊർജ്ജം പകരുന്നത്. ബേക്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സംസ്ഥാന സമിതിയിലെ കൺവീനറാണ് ഞാൻ. ഞങ്ങൾ ADF എന്ന് പറയുന്ന ഒരു വലിയ ദളിത് സമുദായത്തിൻ്റെ വിവിധ സംഘടനകൾ ചേർന്നിട്ടുള്ള 60ഓളം സംഘടനകൾ ചേർന്നിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഈ UDFനെ അധികാരത്തിലേറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ലീഡർഷിപ്പിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഈ അധികാരത്തിൽ വന്നിട്ടും ഈ ഭരണം മാറിയിട്ടും ഇതിനെ ഈ അട്രോസിറ്റി സംഭവങ്ങൾ നടക്കുന്നതിന് യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിതിൻ രാജിൻ്റെ വിഷയം മാഡം പറഞ്ഞതുപോലെ നിതിൻ രാജിൻ്റെ കേസ് നടക്കുന്നത് LDF ഇരിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ UDF വന്നിട്ടും അതിന് യാതൊരു പരിഹാരം ഇതുവരെ അതിനൊരു ആളെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അവർ. അപ്പോൾ അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ വീണ്ടും അട്രോസിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ MD അടക്കം കേന്ദ്രത്തിൽ പോയിട്ട് അട്രോസിറ്റിയുടെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ അട്രോസിറ്റീസ് ആക്ട് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിസന്ധികൾ എന്താണെന്ന് വെച്ചാൽ നിരന്തരം വീണ്ടും ആവർത്തിക്കുന്നത് അട്രോസിറ്റീസ് ആക്ട് ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കാത്തതുകൊണ്ടാണ്. ഒരു തരത്തിലും ഒരു പോലീസ് സ്റ്റേഷനിലും അട്രോസിറ്റീസ് ആക്ട് കൃത്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഈ അനഘയുടെ കേസിലാണെങ്കിൽ പോലും അനഘ പരാതി കൊടുത്തിട്ട് കഴിഞ്ഞ 16-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പരാതി കഴിഞ്ഞ 16-ാം തീയതിയാണ് കൊടുക്കുന്നത്. പക്ഷേ ആ 16-ാം തീയതിയുള്ള പരാതി 2 ദിവസം കഴിയുമ്പോൾ ഇവർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത്. യാതൊരു വിധത്തിൽ ഇവർ അട്രോസിറ്റി ആക്ട് ഇടുകയോ ഒന്നും ചെയ്തില്ല. ക്ലോസ് ചെയ്തെന്നുള്ള മെസ്സേജ് വന്നു. ഇവർക്ക് മൊഴി എടുക്കുമ്പം തൊട്ടേ ഇവർക്ക് അത് സ്ഥിരമാണ്. അനഘയുടെ കേസിൽ മാത്രമല്ല, അട്രോസിറ്റി ആയിട്ട് ചെല്ലുന്ന കേസിൽ ഒന്നാമതേ കേസ് അവർ FIR ഇടത്തില്ല. FIR ഇടുന്നതിന് മൊഴി എടുക്കുമ്പം പോലും അവർ മൊഴി കൃത്യമായി രേഖപ്പെടുത്തില്ല. ഈ അനഘയുടെ കേസിൽ മൊഴി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ റീത്ത എന്ന് പറഞ്ഞ ഒരു പോലീസുകാരി ഇവളുടെ മൊഴി ഈ പട്ടികജാതി സംഭവമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന മൊഴി എടുത്തേ മതി എന്നുള്ള രീതിയിൽ ഇയാളെ കൊണ്ട് മൊഴി മാറ്റി എഴുതിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീത്ത എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ റീത്തയുടെ കാസ്റ്റിൽപ്പെട്ട ആളുകളാണ് ഇവിടെ ജൈനി അടക്കമുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് FIR ക്ലോസ് ചെയ്ത് പരാതി ക്ലോസ് ചെയ്തെന്ന് മെസ്സേജ് വന്നു. ഞങ്ങൾ ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടായി വന്നതിന് ശേഷം 6-ാം തീയതി ഒരു FIR ഇട്ടു എന്നാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയിലെ പോലീസ് വന്നപ്പോൾ അയാളാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇട്ടെങ്കിൽ പോലും FIR ഇടുന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി പരാതിക്കാരെ ബോധ്യപ്പെടുത്തി അത് ഒപ്പിട്ട് വാങ്ങുന്നൊക്കെ നിയമമുണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ആ FIR ഞങ്ങൾ ഇന്ന് പരിശോധിക്കേണ്ടതാണ്. അതിനകത്ത് വളരെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു കോടതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കിട്ടുന്ന തരത്തിലേക്കുള്ള ഈ FIR തന്നെ ഫാൾട്ടുകൾ പോലീസ് തന്നെ വരുത്തി വെച്ചേക്കാണ്. അപ്പോൾ അത് അത്തരം ഗുരുതരമായ കാര്യങ്ങളാണ്. FIR അട്രോസിറ്റി ഇട്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെക്കണം. ഒരു അട്രോസിറ്റീസ് ആക്ട് അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ അധികം നിയമലംഘനങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും വേണ്ട. അതായത് ഒരു പട്ടികജാതിപ്പെട്ട ആൾ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സം നിർത്തിക്കുക എന്ന് പറയുന്നത് അട്രോസിറ്റീസ് ആക്ട് 31(R)(S) പ്രകാരം കേസെടുക്കേണ്ടതാണ്. ഇവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് എല്ലാ വിധത്തിലും പങ്കുള്ളതാണ്. ഒരാൾ മാത്രമല്ല, അത് ഇവിടെ കിടക്കുന്ന ഇപ്പോൾ FIR ഇട്ടേക്കുന്ന അരുൺ ബാബുവിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ അട്രോസിറ്റീസ് ആക്ടിൽ ഒരു FIR വന്നിട്ടുള്ളൂ. ഇന്ന് ഇവിടെ പോലീസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ആൾ വന്നിട്ടുണ്ട്, അരുൺ ബാബു ഇവിടെ ഉണ്ടായിരുന്നു. 6-ാം തീയതി FIR കിടക്കുന്നുണ്ട് അട്രോസിറ്റി ആക്ടിൽ. എന്നാലും ഇപ്പോഴും പുള്ളിക്ക് മുൻകൂർ ജാമ്യമുള്ള ഇല്ലാത്തൊരു വകുപ്പിൽ കേസുണ്ടായിട്ട് പോലും പോലീസ് ഇവരും എല്ലാവരും ഇവിടെ രാവിലെ വന്ന് സംസാരിച്ചിട്ട് പോയിട്ടും അവരുടെ മുമ്പിൽ കൂടെ ഞങ്ങളുടെ മുമ്പിൽ കൂടെ അരുൺ ബാബു ഇവിടെ പോയിട്ടും ഇവർ അറസ്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാരും ഈ അരുൺ ബാബും ഈ കോളേജും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇതുവരെ ഇവരുടെ ആരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും നമുക്ക് നീതി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രത്യേകിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരമാണ്. ഇന്നലെ അർദ്ധരാത്രിയിൽ 12 മണിക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു. ഈ സ്വാതന്ത്ര്യ സമരം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അത് ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രി ഇവിടെ വന്ന് അനഘയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മളുടെ ഡിമാൻഡ് മുഴുവൻ ഉറപ്പ് കൊടുത്ത് ഒരു സ്വതന്ത്ര പതാക ഞങ്ങളുടെ കയ്യിൽ തന്ന് അനഘയ്ക്ക് സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതുവരെ ഈ സമരം ഈ 12 ഞങ്ങളിവിടെ ഉണ്ടാകും.